ഹലോ ഗൈസ്, നിങ്ങൾ ഒരു ഡിജിറ്റൽ ക്രിയേറ്റർ ആകാൻ ശ്രമിക്കുന്ന വ്യക്തിയാണോ? അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ക്രിയേറ്റർ ആണോ? അങ്ങനെയെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം റീൽസ് കൂടുതൽ റീച്ച് ആവാനുള്ള അൽഗോരിതം സംബന്ധിച്ചെല്ലാം നിങ്ങൾ കൂടുതൽ സെർച്ച് ചെയ്യുന്നുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട പല കണ്ടന്റുകളും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണുവാൻ സാധിക്കും. എന്നാൽ ഇതിൽ ചില കണ്ടന്റുകൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ കറൻലി ഉള്ള അൽഗോരിതമോ ബേസിക് ഫീച്ചേഴ്സോ ആയി ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. പഴയ ചില കാര്യങ്ങൾ പോലും ഇപ്പോഴും അതുപോലെ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റായിട്ട് എന്താണ് ശരി എന്ന് വെരിഫൈ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് വാട്സപ്പിലുള്ള മെറ്റ AI ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾ അറിഞ്ഞ ഒരു കാര്യം അതിൽ പരിശോധിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഹാഷ്ടാഗ് യൂസ് ചെയ്യണോ വേണ്ടോ എന്ന് പല വ്യക്തികളും പല അഭിപ്രായം പറഞ്ഞിട്ട് കാണാം. എനിക്കിങ്ങനെ ഒരു ഡൗട്ട് വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റ AI ഫീച്ചർ യൂസ് ചെയ്തു വാട്സപ്പിൽ മെറ്റ AI ഈ കാര്യം ഞാൻ ചോദിച്ചു, ഹാഷ്ടാഗ് യൂസ് ചെയ്യണോ വേണ്ടയോ? എനിക്ക് ലഭിച്ച ഉത്തരം ഹാഷ്ടാഗ് യൂസ് ചെയ്യുന്നത് കൂടുതൽ റീച്ച് ഉണ്ടാവാൻ നല്ലതാണ് എന്നാണ്. പക്ഷേ ചില സോഷ്യൽ മീഡിയ എക്സ്പേർട്ട് പറയുന്നത് ഹാഷ്ടാഗിന് കൂടുതൽ റീച്ച് ഉണ്ടാക്കുന്നതിൽ വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള സംശയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മെറ്റ AI ഫീച്ചർ, വാട്സപ്പിലുള്ള മെറ്റ AI ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങളുടെ ഡൗട്ട് എന്താണോ അവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താവുന്നതാണ്. ഇത് മെറ്റയുടെ തന്നെ പ്ലാറ്റ്ഫോംസ് ആയതുകൊണ്ട് അവർ പറയുന്ന ഉത്തരങ്ങൾക്കായിരിക്കും കൂടുതൽ വ്യക്തത ഉണ്ടാവുക. അവർക്കാണ് ആധികാരികമായി ഈ കാര്യത്തിൽ ഒരു റിപ്ലൈ തരാൻ പറ്റുന്നത്. അതുകൊണ്ട് മെറ്റ AI വെരിഫൈ ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ഇതുപോലുള്ള നിർദ്ദേശങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് നല്ലത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് എനിക്ക് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. താങ്ക്സ് ഫോർ വാച്ചിങ്.